ജൈവ കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ, പച്ചക്കറി കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ, ഈ അടുത്ത കാലത്ത് മഞ്ജു വാര്യരുടെ ഒരു തിരിച്ചുവരവുണ്ടായ ചിത്രം ഹൗ ഓൾഡ് ആർ യു, ആ ചിത്രത്തിലൂടെ ഒരുപാട് ഈ ജൈവ കൃഷിയൊക്കെ ഭയങ്കരമായി പ്രോത്സാഹിപ്പിച്ചു അല്ലെ? അതെ, ശരിക്കും ആ സിനിമ കണ്ടതുകൊണ്ട് ഒരുപാട് സ്ത്രീകൾ അത്തരത്തിൽ പച്ചക്കറി കൃഷി നടത്താനായിട്ട് മുന്നോട്ടിറങ്ങി. എന്ത് നല്ല കാര്യമാണ്. നമുക്കൊരു ഫ്രൂട്ട് ടേസ്റ്റ് ചെയ്ത്, ഒരു വെജിറ്റബിൾ ടേസ്റ്റ് ചെയ്താൽ തന്നെ അറിയാം അതിന്റെ ഗുണം എന്ന ആ ഒരു ഷാർപ്നെസ് അങ്ങനെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾ. അതുപോലെ തന്നെ കൃഷി എന്ന് പറയുന്നത് ഒരു മോശമായിട്ട് ഒരിക്കലും കണക്കാക്കരുത് അല്ലെ? കൃഷി എന്ന് പറയുന്നത് നമുക്ക് ആദായം തരുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ആരോഗ്യത്തിന്, നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം അതിലപ്പുറം മികച്ച ഒന്നില്ല അല്ലെ? ഒരു ചെടിക്ക് നമ്മൾ എത്ര എഫേർട്ട് കൊടുക്കണം. നട്ടാൽ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക, ബാക്കിയെല്ലാം സൂര്യൻ നോക്കിക്കോളും അല്ലേ? വളർത്തലും താലോലിക്കലും എല്ലാം. അപ്പോ അതെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ഒരാൾ ഒരു 10 മിനിറ്റ് ഒരു ചെടിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കൃഷിക്ക് വേണ്ടി ചെലവഴിക്കുക എന്ന് പറയുന്നത് ആ വീട്ടിലെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമല്ല അല്ലെ? അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കൃഷികൾ എല്ലാവരും മുന്നിട്ടിറങ്ങണം എന്നുള്ളതാണ് നമുക്കും പറയാനുള്ളത്. അടുത്ത സെഗ്മെന്റിലേക്ക് പ്രണവം. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, ഇന്ന് സംസാരിക്കുന്നത് ഈ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ മരിച്ചവരോടുള്ള ഒരു ആദര സൂചകമായിട്ടുള്ള രീതിയിലെങ്കിലും ഇങ്ങനെ എല്ലാവരുടെയും ഫോട്ടോസ് വെക്കുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ അതങ്ങനെ വെക്കുന്നതിന് നമ്മൾ കയറി വരുന്ന മുറിയിലേക്ക് വെക്കാമോ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പ്രത്യേക മുറികൾ വേണോ, അങ്ങനെ ഇത്തരം ഫോട്ടോകൾ വെക്കുന്നതിന് അങ്ങനെ എന്തെങ്കിലും കണക്കുകളുണ്ടോ? ഇത് തന്നെ ചില പ്രേക്ഷകർ നമ്മളോട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ പൂജയ്ക്ക് വരുമ്പോൾ ചിലർ ചോദിക്കാറുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഒരു ശാന്തി പൂജയ്ക്ക് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫ്രണ്ടിൽ പൂമുഖത്ത് മരിച്ചവരുടെ ഫോട്ടോ വയ്ക്കാൻ പാടില്ല, അതൊക്കെ പിന്നിലുള്ള മുറികളിൽ മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ, അവരവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജിയുടെ പ്രസരണം ഉണ്ടാവും, അതുകൊണ്ട് പാടില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ പറയാനുള്ളത്, ഈ മരിച്ചവരുടെ ഫോട്ടോ വയ്ക്കേണ്ടത് എപ്പോഴും പൂമുഖത്ത് തന്നെയാണ്. കാരണം നമ്മളുടെ മാതാപിതാക്കളൊക്കെ അങ്ങനെയുള്ള ഫോട്ടോസാണ് നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ വരുന്നവർക്ക് ഈ ഫോട്ടോസ് അവിടെ ഇരിക്കുമ്പോൾ മനസ്സിലാവും നമ്മളുടെ മാതാവോ പിതാവോ ഈ ഫോട്ടോ ഇരിക്കുന്നതിൽ ആരാണോ അവർ മരിച്ചിട്ടുണ്ട് അവരോടുള്ള ആദരസൂചകമായിട്ടാണ് ഇത് വയ്ക്കുന്നത് എന്നും അവർക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള ഫോട്ടോസ് പൂമുഖത്ത് വെച്ചാൽ നമ്മളുടെ വീട്ടിലേക്ക് നെഗറ്റീവ് എനർജി കയറി വരും എന്ന് പറയുമ്പോൾ ആ വീട്ടുകാർക്കുണ്ടാകുന്ന ഒരു മനോവിഷമം, അല്ലെങ്കിൽ അവർക്കത് കേട്ട് കഴിയുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ്. അപ്പോൾ ഇതൊക്കെ ആചാര്യന്മാർ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് അറിവില്ലെങ്കിൽ ഒന്നുകിൽ പറയാതിരിക്കുക, അല്ലെങ്കിൽ നല്ല അറിവുള്ള ആചാര്യന്മാരോട് അന്വേഷിച്ചതിന് ശേഷം മാത്രം ഇതെല്ലാം പറയുക. അപ്പോൾ നമുക്കിതിൽ നിർദ്ദേശിക്കാനുള്ളത്, മരിച്ചവരുടെ ഫോട്ടോ എപ്പോഴും വയ്ക്കേണ്ടത് പൂമുഖത്ത് തന്നെയാണ്. പൂമുഖത്ത് മരിച്ചവരുടെ ഫോട്ടോ വയ്ക്കുമ്പോൾ ഏറ്റവും നല്ലത് തെക്കോട്ട് തിരിച്ചു വയ്ക്കുന്നതാണ്. കാരണം മരിച്ചവരുടെ സ്ഥാനം തെക്ക് ദർശനമാണ്. അപ്പോൾ തെക്കോട്ട് തിരിച്ചു വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ചില ആചാര്യന്മാർ പറയുന്നത്, ഈ മരിച്ചവരുടെ ഫോട്ടോ വടക്കോട്ട് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ, അതായത് വടക്ക് കുബേര ദിക്കാണ്, കുബേരൻ്റെ ദിക്കിലേക്ക് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ കുബേരനിൽ നിന്നുള്ള ആ ഒരു പ്രസരണം ഈ മരിച്ച ആളുടെ ഫോട്ടോയിൽ നിന്നുള്ള പ്രസരണം കൂടി തട്ടിയിട്ട് അത് ഇല്ലാതാവും എന്ന് പറയുന്നത്. കുബേരന്റെ പ്രസരണം ഇങ്ങോട്ട് ഇല്ലാതാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് എന്തിരുന്നാലും പ്രസരണം ഉണ്ടാവോ ഇല്ലേ എന്നുള്ളതിലേക്ക് വരുന്നില്ല. ഫോട്ടോ വയ്ക്കുന്നത് തെക്കോട്ടാണ് വയ്ക്കുന്നതിൽ ഈ ഒരു പ്രശ്നം അവിടെ സംഭവിക്കുന്നില്ല. അപ്പോൾ തെക്കോട്ടാണ് തിരിച്ചു വയ്ക്കുക. പിന്നെ അതേപോലെ ദേവതാ ഫോട്ടോസിൻ്റെ കൂടെ മരിച്ചവരുടെ ഫോട്ടോ വയ്ക്കാതിരിക്കുക. മരിച്ചവരുടെ ഫോട്ടോ എന്ന് പറയുന്നത് നമ്മളുടെ പിതൃക്കളാണ്, അവരോടുള്ള മരിച്ചവർ എന്നുള്ളൊരു ആദരവും. ദേവതാ സങ്കല്പങ്ങളെല്ലാം ദൈവികമാണ്, അത് പോസിറ്റീവ് എനർജികളാണ്. അപ്പോൾ മരിച്ച ഫോട്ടോസും ദേവതാ ഫോട്ടോസും ഒന്നിച്ച് വയ്ക്കാൻ പാടില്ല. ദേവതാ ഫോട്ടോസ് എപ്പോഴും ഒന്നുകിൽ വടക്കോട്ട് അല്ലെങ്കിൽ കിഴക്കോട്ട് തിരിച്ച് വയ്ക്കേണ്ടത്. അത് തന്നെ നമ്മുടെ സൗകര്യം അനുസരിച്ച്. ഇപ്പോൾ പൂജാമുറിക്കൊന്നും അങ്ങനെ പ്രത്യേക ദിക്കൊന്നുമില്ല, സ്ഥാനമില്ല. അപ്പം നമ്മളുടെ സൗകര്യം അനുസരിച്ച് നമ്മൾ പൂജാമുറി വയ്ക്കും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ മരിച്ചവരുടെ ഫോട്ടോസ് വയ്ക്കുമ്പോൾ എപ്പോഴും തെക്കോട്ട് തിരിച്ചു വയ്ക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ മരിച്ച ഫോട്ടോകളിലൊന്നും ഒരു കാരണവശാലും ഗന്ധമുള്ള പുഷ്പങ്ങൾ, അതായത് മുല്ലപ്പൂമാല അങ്ങനെയുള്ള നാച്ചുറൽ പുഷ്പങ്ങൾ മാല കോർത്ത് ഇടാൻ പാടില്ല, ചാർത്തരുത്. ഫോട്ടോയുടെ മുമ്പിലൊന്നും വിളക്ക് കത്തിക്കാൻ പാടില്ല. അപ്പം അങ്ങനെയും കൂടി ഉണ്ട്. കാരണം ഞാനൊരു പാലക്കാട് ഒരു വീട്ടിൽ വീടളക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വലിയ വിദ്വാൻമാരൊക്കെ വന്ന് വീടൊക്കെ അളന്നു പോയതാണ്. പക്ഷേ അവർ അളന്നൊന്നുമില്ല, വന്ന് പൈസ വാങ്ങിച്ചിട്ട് പോയി, കറപ്ഷനൊന്നും കൊടുത്തില്ല. നമ്മളിന്ന് എല്ലാം അളന്നു. അപ്പോൾ എല്ലാ മുറിയിലേക്കും വരും. ഈ ഇളക്കാൻ ചെല്ലാന്ന് പറഞ്ഞാൽ എല്ലാ റൂമും അളക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഏത് റൂമായാലും വരും. അപ്പോൾ അവിടേക്ക് അവർ കിടക്കുന്ന വയസ്സായ സ്ത്രീയാണ്, അവരുടെ റൂമിലേക്ക് വന്നപ്പോൾ അവരിങ്ങനെ കെടാവിളക്ക് പോലെ അവരുടെ പിതാവിൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു. അത് ഒരു ആചാര്യം പറഞ്ഞത് എന്താണ്, നമ്മളുടെ സ്മരണ എപ്പോഴും നിലനിർത്താനായിട്ട് കെടാവിളക്കായിട്ട് പിതാവിൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ വെക്കുക.
ഞാൻ പറഞ്ഞു ഇതൊക്കെ ഏറ്റവും വലിയ അബദ്ധങ്ങളിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ മരിച്ച പിതൃ എന്ന് പറയുന്നത് അവരുടെ ആത്മാവ് ഒരിക്കലും നമ്മളിലേക്ക് വരില്ല. അതെല്ലാം 16 രാത്രി കഴിയുമ്പോൾ അവർ അധിവസിച്ചിരുന്ന എല്ലാ ഭാഗങ്ങളിൽ നിന്നും വിട്ടുപോകും. പിന്നെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന കർമ്മം എന്ന് പറയുന്നത് ബലിയിടുക എന്നുള്ളതാണ്. അത് ശ്രാദ്ധമാണ്. അത് ശരിക്കും അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണഭോക്താവ് നമ്മൾ തന്നെയാണ്. ഈ വക കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ അവരെ വിളിച്ചു വരുത്തി പ്രശ്നങ്ങളുണ്ടാക്കുന്നതിലും നല്ലത് അവരുടെ ലോകത്തേക്ക് ജീവിക്കണം, നമ്മൾ നമ്മുടെ ലോകത്ത് ജീവിക്കണം. അപ്പോൾ ഇതിനിടയ്ക്കൊരു കാര്യം ചോദിച്ചിട്ടെ, പൂജാമുറിക്ക് പ്രത്യേക സ്ഥാനങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും പൂജാമുറി? അതായത് നമ്മുടെ വീടിന്റെ ദർശനം അനുസരിച്ചാണ് പൂജാമുറിയൊക്കെ വരുള്ളൂ. അതായത് പൊതുവെ പലരും ഇങ്ങനെ സ്ഥലം ലാഭിക്കാൻ വേണ്ടിയായിരിക്കും ഈ സ്റ്റെപ്പിന്റെ താഴെയൊക്കെ പൂജാമുറി. അവിടെ അങ്ങനെ പൂജാമുറി വെക്കാൻ പാടില്ല. കാരണം നമ്മൾ മനുഷ്യൻ ചവിട്ടി കയറി പോകുന്ന ആ സ്റ്റെപ്പിന്റെ അടിയിലേക്ക് പൂജാമുറി എന്ന് മാത്രമല്ല, നമ്മളൊരു ബിസിനസ് സ്ഥാപനം പോലും സ്റ്റെപ്പിന്റെ അടിയിൽ വെക്കാൻ പാടില്ല. അതായത് ആ സ്റ്റെപ്പിന്റെ അടിയിലിരിക്കുന്ന ബിസിനസ് സ്ഥാപനം ഒരു കാലത്തും ഗതി പിടിക്കില്ല. കാരണം മനുഷ്യന്റെ പാദസ്പർശനത്തിന്റെ കീഴാണ് ഈ സാധനം ഇരിക്കുന്നത്. അപ്പോൾ പൂജാമുറി എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് വിശിഷ്ടമായ സംഭവമാണ്. അപ്പോൾ അതൊന്നും ഒരിക്കലും പൂജാമുറി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഒരു കാരണവശാലും ഈ പൂജാമുറി ഒന്നും സ്റ്റെപ്പിൻ്റെ അടിയിലേക്ക് കൊണ്ടുവയ്ക്കാൻ പാടില്ല. പിന്നെ അതേപോലെ അശുദ്ധി ആവുന്ന സ്ത്രീകൾ എപ്പോഴും പാസ് ചെയ്യുന്ന ഭാഗത്ത് കൊണ്ടുവയ്ക്കരുത്. അതായത് പൂജാമുറി എപ്പോഴും നമ്മുടെ സൗകര്യം അനുസരിച്ച് വയ്ക്കാം, ഏത് ദിക്കിൽ വേണമെങ്കിലും. അപ്പോൾ ചിലരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് പൂജാമുറിയുടെ ഉത്തമ സ്ഥാനം വടക്കിഴക്ക് ഈശാന കോണാണ്, അവിടെയാണ് പൂജാമുറി പലരും പറയുന്നത്. നമ്മൾ ചെന്ന് നോക്കുമ്പോൾ അവിടെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ തെറ്റായ ധാരണകളാണ്. എപ്പോഴും വടക്ക് കിഴക്ക് ഈശാന കോണിൽ അടുക്കളയുടെ സ്ഥാനമാണ്. അടുക്കളയുടെ സ്ഥാനം മാത്രം മാറാൻ പാടില്ല ഒരു കാരണവശാലും. അടുക്കള എന്ന് പറയുന്നത് നമ്മുടെ തല ഇരിക്കേണ്ട ഭാഗത്ത് തന്നെ തല ഇരിക്കണം, വായിരിക്കേണ്ട ഭാഗത്ത് തന്നെ വായിരിക്കണം, കാലിരിക്കേണ്ട ഭാഗത്ത് കാലിരിക്കണം. അപ്പോൾ അത് വായ കൊണ്ടുവന്ന് വയറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം വെച്ച് കൊടുക്കാൻ എളുപ്പമുണ്ട്, അത്രയും ദൂരത്തേക്ക് പോകണ്ട എന്ന് പറയുന്ന പോലെയാണ് ഈ അടുക്കള സ്ഥാനം മാറുന്നത്. അതുകൊണ്ട് എപ്പോഴും അടുക്കള സ്ഥാനം വടക്കിഴക്ക് നിർബന്ധമായിരിക്കണം. നമ്മൾ ആര് എവിടെ വീട് വാങ്ങിയാലും വെച്ചാലും ഈശാന കോണിലുള്ള വീട് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. അല്ലാതെ തെറ്റി വാങ്ങിയാൽ അതിൻ്റെ പരിണിത ഫലം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ഈ മരിച്ച ഫോട്ടോസിൻ്റെ ഒന്നും ഈ നാച്ചുറൽ പുഷ്പങ്ങളൊന്നും ഉപയോഗിക്കരുത്. അപ്പോൾ അതിന് മാല ഉപയോഗിക്കേണ്ടെന്ന് പറയുന്നില്ല, പ്ലാസ്റ്റിക് മാലകൾ ഉപയോഗിക്കാം. പിന്നെ അതേപോലെ ചന്ദനത്തിരി കത്തിക്കുക, പിന്നെ കർപ്പൂരം ആരതി ഒഴിയുക, വിളക്ക് കത്തിക്കുക, ഇതൊന്നും ചെയ്യാൻ പാടില്ല. നമുക്ക് എപ്പോഴും നമ്മുടെ സ്മരണ, നമുക്ക് എന്നും പോയിട്ട് ഇപ്പോൾ നമ്മുടെ മാതാവോ പിതാവോ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോയുടെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന വേറെ, ഇങ്ങനെയുള്ള പൂജാകർമ്മങ്ങളിലേക്ക് വരാൻ പാടില്ല. അത് അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. കാരണം നമുക്കിതൊരു നിസ്സാരമായിട്ടുള്ള ഒരു അഡ്വൈസ് ആണെങ്കിൽ പോലും പലരെയും വിഷമിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യം പലരെയും വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മളിത് കാണുമ്പോൾ നമ്മളെ വിളിച്ച് പലരും ചോദിക്കാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ചെറിയ ചെറിയ സംശയങ്ങൾ, ഒരു കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സംശയമായിരിക്കും അപ്പുറത്തുനിന്ന് വരുന്നത്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യുന്ന ആൾ ഞാനല്ല വേറെ ആളാണെങ്കിൽ ഇതിനൊന്നും മറുപടി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് ഇങ്ങനെയുള്ള സംശയങ്ങൾ വരുമ്പോൾ അതിനുള്ള മറുപടി ആയിട്ട് തന്നെ പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ചിലർക്ക് പറ്റുന്ന വേറൊരു അബദ്ധമുണ്ട്. ഇപ്പോൾ വീടിന് പാല് കാച്ചുന്ന സമയത്ത് വീടിന് പാല് കാച്ചി, അപ്പോൾ പാല് തിളച്ച് പൊങ്ങിയത് വടക്ക് ദിക്കിലേക്കാണ്. അത് പിന്നെ ഞങ്ങൾക്ക് വളരെ ദോഷമാണ്, ഗുണമൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങളെപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക. വീടിന് പാല് കാച്ചുമ്പോൾ ഈ പാല് തിളച്ച് പൊങ്ങി ഒരു ദിക്കിലേക്കും പോകാൻ പാടില്ല. അതായത് പാല് തിളച്ച് പൊങ്ങി കലത്തിൽ നിന്ന് വെളിയിൽ ചാടാൻ പാടില്ല. ഇതാണ് ശരിക്കും. അപ്പോൾ അബദ്ധങ്ങളാണ് എല്ലാം കാണിച്ചു കൊടുക്കുന്നത്. ഈ ആചാര്യന്മാർ തെറ്റിച്ച് പറഞ്ഞു കൊടുത്തിട്ട് ഏത് ദിക്കിലേക്കാണോ തിളച്ച് വീഴുന്നത് അതനുസരിച്ചാണ് ഉയർച്ച എന്നാ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നോക്കി നിൽക്കുന്നത് തിളച്ചിട്ട് ഏത് സൈഡിലേക്ക് ആദ്യം പോകുന്നത് ആ സൈഡ് ഉയർച്ചയുടെ സൈഡ് ആവണേന്ന് പ്രാർത്ഥിച്ചാൽ നിൽക്കാം. അപ്പോൾ അതിൻ്റെ ഉദാഹരണം വടക്കോട്ടാണ് തിളച്ച് പൊങ്ങി വീഴുന്നതെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. പക്ഷേ അങ്ങനെ വന്ന പാർട്ടിക്ക് ഏറ്റവും ദുരിതം വന്നു എന്ന് പറയുമ്പോൾ പാല് തിളച്ച് പൊങ്ങി പോകാൻ പാടില്ല, അത് കളത്തിൽ തന്നെ നിൽക്കണം. അതായത് തിളച്ച് പൊങ്ങുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ ചായക്ക് തിളപ്പിക്കുന്ന പോലെ പൊങ്ങി വരുമ്പോൾ തന്നെ നമ്മളത് എടുത്ത് മാറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ സമ്പ്രദായം. അപ്പോൾ ഇത് അവർക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ വീടിന് പാല് കാച്ചുന്ന സമയം, ഗൃഹപ്രവേശനം നടത്തുന്ന സമയം, ആ സമയം തെറ്റിയിട്ടുണ്ടാവും. അതായത് വീടിന് പാല് കാച്ചുന്നതും ഗൃഹപ്രവേശനം എല്ലാം നടത്തുന്ന സമയം എപ്പോഴും സ്ഥിരരാശി സമയം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അവിടെ പറ്റിയ അബദ്ധമായിരിക്കും. അതേപോലെ അഷ്ടമത്തിൽ നമ്മൾ മുഹൂർത്തത്തിൻ്റെ കേസ് പറഞ്ഞു, വിവാഹ മുഹൂർത്തം മാത്രമല്ല പറഞ്ഞത്. ഇതേപോലെ ഗൃഹപ്രവേശനം നടത്തുന്നതും മുഹൂർത്തം തന്നെയാണ്. അതേപോലെ പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതും മുഹൂർത്തമാണ്. അപ്പൊ ഇതെല്ലാം ശുഭകാര്യങ്ങളാണെങ്കിലും എല്ലാം സ്ഥിരരാശിയിൽ നമുക്ക് സ്ഥിരമായിട്ട് നിൽക്കാനുള്ളതാണ്. സ്ഥിരരാശി മുഹൂർത്തത്തിൽ മാത്രമേ ശുഭകാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ അഷ്ടമത്തിൽ ഒരു കാരണവശാലും ഗ്രഹങ്ങൾ വരാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം ചെയ്തു കൊടുക്കുന്ന ആചാര്യന്മാർ തെറ്റിക്കുമ്പോൾ അതിൻ്റെ ബാക്കി പത്രമാണ് ഇവർക്ക് ഫീലാവുന്നത്. അപ്പോൾ ഇവർ തെറ്റിദ്ധരിച്ചിട്ട് പാല് വടക്കോട്ട് തിളച്ച് പോയതുകൊണ്ടാണ് ദോഷം,
തെക്കോട്ട് തിളച്ചു പോയതുകൊണ്ടാണ് ദോഷം, പടിഞ്ഞാട്ട് ഏത് ദിക്കിലേക്ക് പോയാലും ഒരു ദോഷമില്ല. പക്ഷേ പാല് തിളച്ച് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ ഹിന്ദുക്കളാണെങ്കിൽ ഗണപതി ഹോമം നടത്തിയിട്ട് വേണം, ഗണപതി ഹോമം നടത്തിയ ആ അഗ്നിയിൽ നിന്ന് ജ്വലിപ്പിച്ചിട്ട് വേണം അടുപ്പ് കത്തിക്കാൻ. ഇതേപോലെ പൂർവികാചാര്യന്മാർ വീടുകളിൽ വന്ന് ഈ പാലുകാച്ചലിന് ഗണപതി ഹോമമൊക്കെ നടത്തുമ്പോൾ അടുപ്പിൻ്റെ അകത്ത് പഞ്ചാലങ്കാര പൂജ എന്ന ഒരു പൂജാവിധിയുണ്ട്, അത് ചെയ്തു കൊടുക്കും. ഇപ്പം ഞങ്ങളൊക്കെ പോയിട്ട് ഗണപതി ഹോമം വീടുകളിൽ പാലുകാച്ചലിന് നടത്തുകയാണെങ്കിൽ ഈ അടുപ്പിൻ്റെ അകത്ത് പഞ്ചാലങ്കാര പൂജ നടത്തുന്ന ഒരു പരിപാടിയുണ്ട്. എന്നിട്ടാണ് അതിൽ നിന്ന് ആചാര്യൻ ഈ ഗണപതി ഹോമത്തിൽ നിന്നുണ്ടെന്ന ദീപം കൊളുത്തിട്ട് തന്നെയാണ് കർപ്പൂരമിട്ട് ദീപം പ്രോജ്വലിപ്പിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സംഭവം ഇപ്പോൾ വരുന്ന പല ആചാര്യന്മാർക്ക് ഇതിൻ്റെ ABCD പോലും അറിയാൻ പാടില്ല. ഈ പഞ്ചാലങ്കാര പൂജ എന്താണെന്ന് പോലും അറിഞ്ഞൂടാ. ഇപ്പം നമ്മുടെ അടുത്ത പൂജയ്ക്ക് വരുമ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കും ഇതാണ് പഞ്ചാലങ്കാര പൂജ എന്ന് പറയുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അതേപോലെ ഗണപതി ഹോമത്തിനൊക്കെ ഒരുപാട് വ്യത്യസ്തതകളുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ അതായത് പല ആചാര്യന്മാരും വന്നിട്ട് 32 ഇഷ്ടിക 56 ഇഷ്ടികയൊക്കെ വെച്ചിട്ട് ഈ ആചാര്യൻ അതിനകത്തേക്ക് ചാടാൻ പോണ പോലെ പട്ടറ ഒരുക്കണ പോലെയാണ് കോമ്പൗണ്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു 3 വിളക്ക് ഇതൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ സമ്പ്രദായം. അപ്പോൾ ഇത് പിന്നെ ഗണപതി നാരങ്ങ അതില്ലാതെ കൊണ്ട് ആചാര്യൻ ഹോമം ചെയ്യില്ല. അപ്പോൾ നമ്മളൊക്കെ പറയുന്നത് ഗണപതിക്ക് ഗണപതി നാരങ്ങ ഒരിക്കലും ഗണപതി ഹോമത്തിൽ ഇടാൻ പാടില്ല. കാരണം അത് ഭഗവാന്റെ ആയുധമാണ്. അത് തന്നെ ചെത്തി കണ്ടിച്ച് തിന്നോളാൻ പറഞ്ഞ് കൊടുക്കുന്നതിന് തുല്യമാണ്. അഷ്ടദ്രവ്യ ഗണപതി ഹോമം എന്ന് പറഞ്ഞാൽ 8 ദ്രവ്യങ്ങളാണ് ഇടുന്നത്. മലര് അവസാനം മാത്രമേ ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഇത് പല ആചാര്യന്മാർ ഇതെല്ലാം തെറ്റിച്ചിട്ട് അവലും മലര് ശർക്കര കൽക്കണ്ടം മുന്തിരി എന്ന് 8ഒന്നുമല്ല ഈ കണ്ണി കണ്ടത് എല്ലാം കൂടി ഇട്ടിട്ട് വാരി കോരി ഇടും. എന്നിട്ടാണ് ഹോമം നടത്തുന്നത്. അപ്പോൾ ഇതെല്ലാം ഫെയിലറായിട്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ മലര് അവസാനം ഇടാൻ പാടുള്ളൂ. മലരിടുന്നത് തന്നെ ഭഗവാന്റെ വിശപ്പ് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് മഹാദേവൻ ഭഗവാന് കൊടുക്കുന്നതാണ് മലര്. അപ്പോൾ മലരിടുന്നതിന് തന്നെ ഒരു കഥയുണ്ട്. ആ കഥയൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ പറയാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മരിച്ച ഫോട്ടോ അതായത് നമ്മുടെ പിതൃവിൻ്റെ അനുസ്മരണമാണ്. അതൊക്കെ പൂമുഖത്ത് തന്നെ വയ്ക്കാം. അതായത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥിയെല്ലാം ആദ്യം വരുന്നത് പൂമുഖത്താണ്. അത് കഴിഞ്ഞിട്ടുള്ള അതിഥിയെ നമ്മൾ മെയിൻ ഹോളിലേക്ക് കൊണ്ടുപോകും. അതെ, കാരണം അവർ അതിൻ്റെ അർഹരാണെങ്കിൽ, കാരണം ഭക്ഷണം കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവരെ കൊണ്ടുപോകുള്ളൂ. അല്ലെങ്കിൽ പൂമുഖത്ത് ഇരുത്തി സൽക്കരിക്കുകയുള്ളൂ. നമ്മളൊരു ചായ കാപ്പിയോ അല്ലെങ്കിൽ ഒരു വെള്ളം കൊടുത്ത് സൽക്കരിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും മരിച്ച പിതൃവിൻ്റെ ഫോട്ടോ വയ്ക്കേണ്ടത് പൂമുഖത്ത് തന്നെയാണ്. അത് തെക്കോട്ട് ദർശനമായിട്ട് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതേപോലെ ദേവതാ ഫോട്ടോയുടെ ഓപ്പോസിറ്റിലേക്ക് വരാതിരിക്കാനും കൂടി ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ ഈ ഫോട്ടോയ്ക്കെല്ലാം നാച്ചുറൽ പുഷ്പങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ആ ഫോട്ടോയുടെ മുമ്പിൽ വിളക്ക്, അതേപോലെ ചന്ദനത്തിരികൾ, കർപ്പൂരം, ഇങ്ങനെ ആഹുപാദികൾ, ഈ നീരാഞ്ജനം ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുക. നിവേദ്യം ഇതൊന്നും വെക്കാതിരിക്കുക. അപ്പോൾ അതെല്ലാം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷം ഉണ്ടാവും. അല്ലാതെ പിതൃസ്മരണ എപ്പോഴും നല്ലത് തന്നെയാണ്. അതിന് നമുക്ക് ഇടയ്ക്ക് പിതൃനമസ്കാരം, ക്ഷേത്രങ്ങളിൽ പിതൃനമസ്കാരം കൊടുക്കാം. പിന്നെ കൃത്യമായിട്ട് ആണ്ടിന് ശ്രാദ്ധം, ബലിയിടുക. ഇത് തന്നെയാണ് നമ്മൾ പിതൃവിനോടുള്ള ഏറ്റവും വലിയ ബന്ധം. അപ്പം അങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നവർക്ക് ജീവിതത്തിൽ സമ്പത്ത്, ഐശ്വര്യാഭിവൃദ്ധികളോട് തന്നെ നമുക്ക് ജീവിച്ചു തീർക്കാൻ സാധിക്കും. പ്രണവത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒരു പുതിയ വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. അപ്പോൾ ശരിക്കും എന്തുകൊണ്ടും ഈ ഒരു മായത്തിൻ്റെയും ആ ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെയും ഒക്കെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിലാണ് മാസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കെമിക്കൽസ് അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ്. ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമുക്കൊരു കടയിൽ നിന്ന് ഒരു സാധനം ധൈര്യത്തോടെ എടുക്കാൻ പറ്റില്ല. ഒരു ഫ്രൂട്ട് എടുക്കുമ്പോൾ, ഒരു പൈനാപ്പിൾ എടുക്കുമ്പോൾ അതിൽ മായമെന്ന് പറയും. ഒരു തണ്ണിമത്തൻ എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രേപ്സിൽ ഈച്ച പോലും ഇരിക്കില്ല. അതിന്റെ ഒരിടയ്ക്ക് ഏതോ ഒരു ചാനൽ എക്സ്ക്ലൂസീവ് കാണിച്ചിരുന്നു. അതായത് ഒരു പഴം തിന്നാനായിട്ട്, ഒരു മുന്തിരി തിന്നാൻ വേണ്ടി ഒരു കിളി പോലും വരുന്നില്ല. അപ്പൊ ആ കർഷകൻ പറയാണ് അവരടിക്കുന്ന അതിനനുസരിച്ചുള്ള മാരകമായ കീടനാശിനികളാണ്. കഴിച്ചു കഴിഞ്ഞാൽ കിളി മരിച്ചു പോകും. അതുകൊണ്ട് തന്നെ കിളികൾ കൊത്തി ആ ഫ്രൂട്ട് നശിപ്പിക്കും എന്നുള്ളൊരു പേടി അവർക്കില്ല. ഇത്തരം സാധനങ്ങളാണ് നമ്മുടെ വിപണിയിലേക്ക് എത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എത്രമാത്രം ഒരു മനുഷ്യൻ കഴിക്കുമ്പോൾ എന്തുമാത്രം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഒരു ലിവിങ് എൻവയൺമെന്റ് മെച്ചപ്പെടുത്തുന്ന ചെടികൾ നട്ട് വളർത്തുമ്പോൾ അത് ശരിക്കും നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഒരു മാതൃകയാണ്. നമ്മുടെ സ്വന്തം എഫേർട്ടാൽ നമ്മുടെ പൈസ ഉണ്ടാക്കുന്നത് മാത്രമല്ല നമ്മുടെ എഫേർട്ട്, അല്ലേ? പൈസ ഉണ്ടാക്കുന്നത് മാത്രമല്ല, ഇത്തരം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കൂടി ഓരോരുത്തരും, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അടുത്ത തലമുറയ്ക്കും ഇനി നമ്മൾ കഴിക്കുന്ന വെജിറ്റബിൾസ് കൂടി നമ്മുടെ സ്വന്തം എഫേർട്ട് ആണ് എന്ന് കാണിച്ചു കൊടുക്കുന്നത് ഒരു മാതൃകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ട് അത്തരം മാതൃകകൾ.
ജൈവ പച്ചക്കറി എന്ന് വെച്ചാൽ ഒരുപാട് രാസവളങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജൈവ പച്ചക്കറി കൃഷി തുടങ്ങാനും കൂടെ ആളുകൾ മുന്നിട്ടിറങ്ങണം എന്നുള്ളതും കൂടെ നമ്മുടെ ഗവൺമെന്റും അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിലും ഹോർട്ടിക്രോപ്സിന്റെ ഒക്കെ അടുത്ത് ചെന്നാൽ വളരെ തുച്ഛമായ വിലയിൽ നിങ്ങൾക്ക് ഗ്രോ ബാഗുകളിൽ കിട്ടും. അത് ഇതുവരെയും ചിന്തിച്ചിട്ടില്ലാത്തവർ ഇന്ന് ചിന്തിക്കണം കേട്ടോ. അങ്ങനെ ഒരു ഹരിത കേരളമാകട്ടെ നമ്മുടെ, അല്ലെ? അങ്ങനെ ഒരു ഹരിത കേരളത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം.